ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 2025 നിങ്ങളുടെ കരിയർ പരമായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ കരിയറിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസോ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഈ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിവിടെ 6 ഓഫ് വാണ്ട് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് ചിലവർ വെയിറ്റ് ചെയ്യണവരുണ്ട്. ചിലവർ 2025 എന്തായാലും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ബലം കിട്ടിയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ ഇനിയിപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി നാള് ഹാർഡ് വർക്ക് ചെയ്ത പേഴ്സൺ ഇതിലുണ്ടാവും. ചിലവർ ബിസിനസ്സിന് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തവർ ഉണ്ടാവും. അവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ലേഡീസ് ആണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിങ്ങനെ തുണിക്കട അങ്ങനെയൊക്കെ ഇട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാണ്, അവർക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേർവഴിക്കോടെ പോണതാണ് നമ്മൾ എപ്പോഴും നല്ലത്. തല തിരിഞ്ഞ് നമ്മൾ പോവരുത്. ഇതിവിടെ കണ്ട ഈ പേഴ്സൺ ചിലവരെന്ന് വെച്ചാൽ തല തിരിഞ്ഞാണ് പോണ്. ഇതൊന്നും മര്യാദയ്ക്ക് കൊണ്ടുപോകാനുള്ളതുള്ളൂ. പക്ഷെ അതെന്താ തല തിരിഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഭാരം പോലെയാണ് വിചാരിക്കണത് ജോലി. അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മൾ എന്നായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിലോട്ട് സക്സസ് ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കയ്യിൽ പൈസ കിട്ടുമോ? ഇല്ലല്ലോ. നമ്മളത് വർക്ക് ചെയ്തിട്ടൊരു നമ്മൾ വർക്ക് ചെയ്ത് തന്നെയാണ് നമ്മുടെ കയ്യിലോട്ട് പൈസ തരുള്ളൂ. ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബർഡൻ ചുമക്കണ പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. ഒരു ജോലി ഒരു ഭാരമായ ഒരു രീതിയിലാണ്. എന്നാൽ അവർക്ക് പൈസയും വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണതാണെങ്കിൽ തന്നെയും ഒരു നമ്മൾ ഇഷ്ടമില്ലാണ്ടല്ല ആരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമുക്ക് സാലറി കിട്ടുന്നു, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാരും ഇതിലുണ്ട്. അങ്ങനെയല്ല, നമ്മളെപ്പോഴും ഇഷ്ടത്തോടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് സക്സസ് ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇവിടെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒത്തിരി നാള് ഹാർഡ് വർക്കൊക്കെ ചെയ്ത്. കാരണം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഒരു പ്രൊമോഷൻ ആയാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിലും ഒത്തിരി കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ച് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തവർ നന്നായി പഠിച്ച് എന്തായാലും അവരൊരു ടോപ്പ് പൊസിഷനിൽ ഉണ്ടാവും. പിന്നെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചോണ്ടിരുന്നോണ്ട് എന്താ കാര്യം, യാതൊരു കാര്യം ഉണ്ടാവില്ല. ചിന്തിച്ചോണ്ടിരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു തുടക്കം കിട്ടുന്നു യാതൊരു ഇതില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇവിടെ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഇങ്ങനെ ചിന്തിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ഇതുണ്ടാവില്ല. നമ്മൾ ചിന്തിച്ചാൽ മാത്രം കാര്യം, നമ്മൾ ആ കാര്യത്തിന് പാഷൻ ഉണ്ടായി മാത്രം കാര്യമില്ല. നമ്മൾ മുന്നോട്ട് ഇറങ്ങി അതിന് വേണ്ടി ചെയ്യണം. നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താൽ മാത്രമാണ് കാര്യമുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏസ് ഓഫ് പെന്റിക്കിൾ മണിപരമായിട്ടായാലും നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് സക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും മണിപരമായിട്ടായാലും പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും ദൈവം കാണിക്കും. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടില്ലെങ്കിൽ യാതൊരു കാര്യം ഉണ്ടാവില്ല. കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിങ്ങനെ നോക്കിയിരിക്കുക, വല്ലവർക്ക് കിട്ടണതും ഇങ്ങനെ നോക്കിയിരിക്കുന്ന നമുക്ക് പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. വല്ലവർ കിട്ടണത് നമ്മൾ അതിമോഹിച്ചിട്ടും കാര്യമില്ല. അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അല്ലാണ്ട് വല്ലവരും മോഷ്ടിച്ചിട്ടും നമ്മൾ യാതൊരു കാര്യമില്ല. നമ്മളായിട്ട് ഉണ്ടാക്കിയത് മാത്രമാണ് കാര്യമുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ ഇവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് 2024 നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ലൈഫ് ലോങ് സക്സസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിലോട്ട് വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണിപരമായിട്ടായാലും നല്ലൊരു ഇത് തന്നെയായിരിക്കും വരാം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് ദൈവം നല്ല കാര്യങ്ങൾ തരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദൈവം തരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് നമുക്ക് ഉണ്ടാവും. പെട്ടെന്ന് ഒരു മിറാക്കിളൊക്കെയായാലും സംഭവിക്കാം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ട്വിസ്റ്റ് ആയാലും നമ്മുടെ ജോബിനായാലും പെട്ടെന്നൊരു മാറ്റം കിട്ടിയൊരു പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് ലോങ് ടൈം ഉണ്ടാവും. ഇവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ് പറയണത്. ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ എന്നിട്ട് കാര്യമില്ല. ദൈവത്തിനോട് പ്രെയർ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആരെയും പറ്റിച്ച് ഇതൊന്നും ജീവിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് ഇച്ചിരി വൈകിട്ടാണെങ്കിലും യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുക. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ കുറച്ച് ദൈവം നമ്മൾ എന്തായാലും ഇച്ചിരി പരീക്ഷിക്കാണ്ട് ഇരിക്കില്ല നമ്മളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അതൊരു സമയം, ആ ടൈം ആകുമ്പോൾ മാത്രമാണ് ദൈവം നമുക്ക് നമ്മളിലോട്ട് തരുള്ളൂ. അതുവരെ നമ്മളെന്താന്ന് ദൈവം നോക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ആൾക്കാർക്കാണ് ഇതുപോലെ ഒരു നല്ലൊരു പൊസിഷനിലായാലും എത്താനൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണവർക്ക് ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഒരു പുതിയൊരു തുടക്കം ലൈഫിലോട്ട് എന്തായാലും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി, അത് ബിസിനസ് ആകട്ടെ, എഡ്യൂക്കേഷൻ പരമായിട്ടാകട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഒരു പ്രൊമോഷൻ ആയാലും ഒക്കെ നിങ്ങൾക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോട്ടസ് കണ്ട വെള്ളത്തിൽ വിരിഞ്ഞാണ് നിൽക്കണത്. അപ്പീന്ന് വാട്ടർ ഇങ്ങനെ തുള്ളി 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 നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം എന്തായാലും ലൈഫിൽ എന്തായാലും ഉണ്ടാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കായാലും മണിപരമായിട്ടായാലും ഇനിയിപ്പോൾ പുതിയ നിങ്ങൾക്ക് സേവിങ്സ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ തന്നെയും നല്ലതാണ്. 10 രൂപ നിങ്ങൾ സേവ് ചെയ്ത് എന്താ വെച്ചാൽ ഏസ് ഓഫ് പെന്റിക്കിൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. ഫ്യൂച്ചറിലാണെങ്കിലും ഏറ്റവും നല്ല കാർഡ് തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത പേഴ്സൺ മാത്രം അവർക്ക് എന്തായാലും ലോങ് ടൈം എന്തായാലും
നല്ലത് മാത്രമേ വരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ഒത്തിരി പാസ്റ്റിൽ അവർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതെന്ന് വെച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ അവർ ഒത്തിരി റിസ്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വ്യക്തി ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തണത്. എന്നിട്ട് ഈ ഒരു പൊസിഷനിലോട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെടാണ്ട് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല. ഇന്നത്തെ ഒരു കാലം വെച്ച് നോക്കിയുമ്പോൾ ഇച്ചിരി പാടാണ്. 2000 ഈ ജോബൊക്കെ ആണെങ്കിലും കിട്ടാനൊക്കെ ആണെങ്കിലും പാടാണ്. ഒരു പ്രൊമോഷൻ കിട്ടാനാണെങ്കിലും പാടാണ്. എഡ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിലും ഇന്ന് അത്യാവശ്യം പണ്ടത്തെ രീതിയെക്കാട്ടും നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടാണെങ്കിലും അപ്പൊ നമ്മൾ നന്നായി ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. നമ്മളൊരു എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ നന്നായി ആലോചിക്കണം, തിങ്ക് ചെയ്യണം. നമ്മൾ തിങ്ക് ചെയ്യാണ്ടിരിക്കരുത്. ഓടിച്ചാടി നമ്മൾ കയറി നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു കാര്യം. നമ്മൾ നന്നായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അതിനുവേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ഒത്തിരി ചിന്തിക്കണം. നമ്മൾ തുടങ്ങണ ബിസിനസ് നല്ലതാണോ, അത് ഭാവിയിലോട്ട് നല്ലതാണോ ഉണ്ടാവുക, അങ്ങനെ ഒരു നമ്മൾ ആലോചിക്കണം. കോമ്പറ്റീഷനാണ് ഇന്നത്തെ കാലത്ത്, ഇത്തിരി കോമ്പറ്റീഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബിസിനസ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒത്തിരി ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ചിലവർക്ക് എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റക്ക് ആവുന്നുണ്ട്. ആദ്യം നല്ല രീതിയിൽ പോവും, പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഒരു മാനിഫെസ്റ്റേഷൻ കാർഡും കൂടിയാണ്. യൂണിവേഴ്സിന്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടിയാണ്. നമ്മൾ നന്നായി മാനിഫെസ്റ്റേഷൻ, നമ്മൾ നന്നായി ഹാർഡ് വർക്കും ചെയ്യാം. ബാക്കി യൂണിവേഴ്സിന് ഇട്ട് കൊടുക്കാം. കാരണം യൂണിവേഴ്സിന്റെ അടുത്ത് നന്നായി പ്രെയർ ചെയ്യാം. അങ്ങനെ ഇത് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയി. ലോങ് ടൈം നിങ്ങൾക്ക് സക്സസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി ഇത്രയും നാള് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഒത്തിരി ദൈവം പരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ട് നിങ്ങളെ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്ന് വെച്ചാൽ ലോങ് ടൈം സക്സസ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ എന്നൊന്നും ഒത്തിരി ഇതായിട്ടില്ല. നിങ്ങൾക്ക് ഒത്തിരി വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട്, ചിലവർക്ക് ഒത്തിരി വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണവരും ഉണ്ട് ഇതില്. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട് ഇതില്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 എന്തായാലും പേടിക്കൊന്നും വേണ്ട. ഹാർഡ് വർക്ക് ചെയ്തവർക്ക് എന്തായാലും 2024 ഹാർഡ് വർക്ക് കുറേ പേര് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കാരണം വെച്ചാൽ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്തായാലും നിങ്ങളുടെ കൂടെ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ സക്സസ് കിട്ടിയിരിക്കും. നിങ്ങളൊരു നല്ലൊരു പൊസിഷനിൽ വന്നിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് വാണ്ട് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളൊരു നല്ലൊരു രാജ്ഞീനമായിട്ടുള്ള ഒരു പൊസിഷനിൽ രാജകീയമായ ഒരു പൊസിഷനിൽ വന്നിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലവരാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതുകൊണ്ട് തിങ്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വർക്ക് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് അതിൽ കിട്ടാം? വർക്ക് ചെയ്താൽ മാത്രമല്ലേ നമുക്കൊരു കിട്ടുള്ളൂ ഇതില്. നമ്മൾ തിങ്ക് ചെയ്ത് പോട്ടെ, തിങ്ക് ചെയ്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ലോങ് ടൈം വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യാണ്ടിരുന്നാണ്ട് ഒരു ജോലി ഒരു ഭാരം പിടിച്ചിരിക്കുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇത് നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമ്മളത് ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ഇഷ്ടമില്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരിക്കലും നമുക്കൊരു സക്സസ് എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ അത് ഇഷ്ടത്തോടു കൂടി നമ്മൾ എന്തായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്തായാലും ഞാൻ പറഞ്ഞുതരാം, എന്തായാലും കരിയർ പരമായിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുറെ കുട്ടികൾ ഒത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ഇരിക്കുന്നുണ്ട്. ജനുവരി ഇപ്പൊ അവർക്ക് മാർച്ചൊക്കെ ആകുമ്പോൾ എക്സാം ഒക്കെ ആകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും കുറച്ച് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. കാരണം കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പഠിച്ചത് ചെറുതായിട്ട് മറന്നു. അപ്പോൾ എന്തായാലും മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾ നന്നായി പ്രെയർ ചെയ്യാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ലോങ് ടൈം സക്സസ് മാത്രം ഉണ്ടാവുള്ളൂ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണവർ മാത്രം. ഇതിൽ ചിലവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യണവരുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ലോങ് ടൈം സക്സസ് ആണ് ഉണ്ടാവുക. ഇത്തിരി വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ
തിക്കും തിരക്കും കൂട്ടിയിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്യാം നമ്മൾ. ഇതൊരു സിമ്പിൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് പറഞ്ഞുതരാൻ പോണത്. കരിയർപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മണിപരമായിട്ടായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പ്രയർ യൂസ് ചെയ്യണമെങ്കിൽ 21 ഡേയ്സ് നമ്മൾ ചെയ്യണം. ഒറ്റ ദിവസം നമ്മൾ മുടങ്ങാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ രാവിലെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം നമുക്ക് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം, നെഗറ്റീവ് ആവാൻ പാടില്ല. നമ്മൾ ഒരു നേച്ചറായിട്ട് ഇരുന്നിട്ട് തന്നെ, നമ്മളൊരു പ്രകൃതിയിൽ തന്നെ ഇരുന്നിട്ട് തന്നെ മാക്സിമം ചെയ്യാൻ നോക്കി മെഡിറ്റേഷൻ. അതെന്ന് വെച്ചാൽ നമ്മൾ നന്നായി കണ്ണടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രീത്തിൻ എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു 3-4 പ്രാവശ്യം ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, പിന്നെ വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ നമ്മളൊരു 3-4 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക 2 സെക്കൻഡ്, എന്നിട്ട് പയ്യെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സ്ലോലി നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കരിയറിൽ മണി ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായി നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തന്നെ വെച്ചിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും നിങ്ങൾക്കൊരു അബ്രോഡ് ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതന്നെ ഞാൻ അവിടെ അബ്രോഡ് എത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നല്ല കാമായിട്ട് തന്നെ ഇരുന്ന് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മന്ത്ര നമ്മൾ പറയണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കുക. പ്ലീസ് ഫോർഗീവ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്ക് യു എന്ന് പറയുമ്പോൾ നന്ദി പറയണം. ഐ ലവ് യു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇതൊരു 7 മിനിറ്റോ അല്ലെങ്കിൽ 8 മിനിറ്റോ അങ്ങോട്ട് ഇങ്ങനെ നാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല ഫീലോട് കൂടി തന്നെ നമ്മൾ പറയണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തളർന്ന മട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. നമ്മളിത് മുകളിൽ ഈ യൂണിവേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ നമ്മൾ എന്ത് കാര്യത്തിനാണ്. ഇതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോ ഇങ്ങനെ ചാൻറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ 21 ഡേയ്സ് ചെയ്തിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താങ്ക് യു.